ഒരു രക്ഷയില്ല, ബ്രഹ്മാണ്ഡ ചിത്രം. ആക്ഷൻ എന്റർടൈനറാണ്. പ്രഭാസിന് തിരിച്ചറിവാണ്. നമ്മളെന്തായാലും വെളുപ്പിന് ഈ മൂവി കാണാൻ വേണ്ടി വന്നത് എന്തായാലും പ്രേക്ഷകരെ നിരാശരാക്കില്ല. ഒന്നും പറയാനില്ല. സലാറ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നി. ഓരോ ഡയലോഗിനും ഗൂസ് ബംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ ഒരു വമ്പൻ ഹിറ്റ്. പൃഥ്വിരാജും പ്രഭാസും തമ്മിലുള്ള കോമ്പോ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നി. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട് രണ്ടുപേരോട് തമ്മിലുള്ള ഒരു കോമ്പോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ, ബട്ട് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. നല്ല രസമുണ്ട്. സെക്കൻഡ് പാർട്ടിനായിട്ട് വയ്ക്കും. എത്രയുണ്ട് ഈ സിനിമയ്ക്ക് റേറ്റിംഗ്? ഒരു 8.5 കൊടുക്കാം. 8.5 കൊടുക്കാം. പ്രഭാസ് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ബാഹുബലിക്ക് ശേഷമുള്ള അതിശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ്റെ ഒരു അടയാളപ്പെടുത്തലായും തന്നെ മാറും. 1000 ആണോ 1500 കോടിയാണോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. അടിപൊളി പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജും പ്രഭാസും അതിലുള്ള എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ആക്ഷൻ മൂവിയാണ്, അടിപൊളി മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും പോയി കാണുക. ബാഹുബലിക്ക് ശേഷം നല്ലോണം നല്ല അടിപൊളി പടമാണ് സലാറ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. KGF അത്ര ഒന്നും നമുക്ക് അത്ര ഒന്നുമില്ല. പ്രഭാസിനൊക്കെ നല്ലോണം കാണിച്ചിട്ടുണ്ട്. പൃഥ്വിരാജൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ലാഗൊന്നും ഫീൽ ചെയ്യില്ല. ഇത് ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ബിൽഡപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ സെക്കൻഡ് പാർട്ടിലായിരിക്കും കുറച്ചും കൂടി നല്ലൊരു സ്റ്റോറിയും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ വരാൻ സാധിക്കും. ഗംഭീരം. ആ ഒരു ഭയങ്കര രോമാഞ്ചമാണ്. പൃഥ്വിരാജും പ്രഭാസും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ ഗംഭീരമായിട്ട് നല്ല മൂവിയായിരുന്നു, കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആദ്യമേ ഒരു ഇതായിട്ട് തോന്നിയായിരുന്നു, ബട്ട് കുഴപ്പമില്ല, നല്ല മൂവിയായിരുന്നു. ലാസ്റ്റ് പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. പടം വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മേക്കിംഗ് പരിപാടിയൊക്കെ കൊള്ളാം. നല്ലൊരു പടമാണ്. അദ്ദേഹം നല്ല റോളാണ്. അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട് പുള്ളിക്ക്. സെക്കൻഡ് ഹാഫ് ഫുൾ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് പുള്ളിക്ക്. ഫൈറ്റും പരിപാടികളെയും മോളിൽ പോകില്ല. KGF അത്ര ഒന്നുമില്ല, ഒരു നോർമൽ കുഴപ്പമില്ലാത്തൊരു പടം. പൃഥ്വിരാജും പ്രഭാസും എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം സ്ക്രിപ്റ്റും എല്ലാം അടിപൊളി, ഒന്നും പറയാനില്ല. മോനെ നല്ല പടം. ആക്ഷൻ എന്റർടൈനറാണ്. പ്രഭാസിന് തിരിച്ചറിവാണ്. പൃഥ്വിരാജിനേക്കാൾ സ്പേസിൽ പ്രഭാസിനാണ്. പിന്നെ വയലൻസ് കുറച്ച് കൂടിപ്പോയി. ബ്ലഡ് റിവെഞ്ച് കുറച്ച് കൂടിപ്പോയി. നല്ലൊരു എൻ്റർടൈനറാണ്. വലിയ ഹിറ്റായി. പ്രഭാസിനെ സംബന്ധിച്ചോളം തിരിച്ചറിവാണ്. ആക്ഷൻ നല്ലതാണ്. പക്ഷേ മോസ്റ്റ് സ്പേസ് പ്രഭാസിനാണ്. പ്രഭാസ് പടം എൻ്റെ അടുത്ത് തന്നെ വരും. കൂടുതലുമില്ല, കുറവുമില്ല. മ്യൂസിക് BGM നല്ലതാണ്. ആദ്യമേ പറയുന്നു, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സലാർ എന്ന് പറയുന്നത്. 2 വർഷത്തെങ്കിലും മിനിമം കാത്തിരിപ്പിന് ശേഷമാണ് ഈ പടം വന്നത്. രോമാഞ്ചിഫിക്കേഷനാണ് ഇറങ്ങി നിന്നിട്ട് ഞാൻ സംസാരിക്കുന്നത്. പ്രഭാസിൻ്റെ പൃഥ്വിരാജിൻ്റെ അഴിഞ്ഞാട്ടമാണ് സലാറിൽ കാണാൻ പറ്റുന്നത്. പ്രശാന്ത് നീൽ നിങ്ങളൊരു അത്ഭുതമാണ്. കാരണം നിങ്ങളൊരു ഗോൾഡൻ മൊമെൻറ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് അതിനെപ്പോലെ തന്നെ വേറൊരു ടെറിട്ടറിയാണ് നിങ്ങൾ സലാറെ തന്നേക്കണത്. പ്രശാന്ത് നീലിന് ഇതിൻ്റെ മുകളിൽ ഒരു സാധനം ചെയ്യണം. ഇനി സെക്കൻഡ് പാർട്ട് പറഞ്ഞു. പ്രഭാസിന് ഇതിനേക്കാളും നല്ലൊരു കംബാക്ക് ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ആ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്ത് കൊണ്ട് നിർത്തി ഒരു സ്റ്റണ്ട് സീനിൽ അസാധ്യ സീക്വൻസാണ്. അതിൻ്റെ ഫ്രെയിമുകൾ പോലും നമ്മുടെ ഉള്ളി തറച്ച് കയറി. BGM ഓസം BGM. പൃഥ്വിരാജും പ്രഭാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിൽ ഫീലിങ്സ് ഉണ്ട്, അതിൽ എനർജി ഉണ്ട്. അതിൻ്റെ രണ്ടുപേരും ഒരുമിച്ചുള്ള സ്റ്റണ്ട് എന്നതാ പറയുക, അത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന 4 സൈഡിൽ നിന്നുള്ള മ്യൂസിക്കും കൂടെ കയറി വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു രോമാഞ്ചിഫിക്കേഷൻ. സോ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് ഒരു ഡൗട്ടും ഇല്ല. തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റ് ചെയ്യും. രാജുവേട്ടൻ്റെ മാസം ഒരു മലയാളി സിനിമ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, രോമാഞ്ചിഫിക്കേഷൻ തന്നൊരു ഐറ്റമാണ്. കാരണം KGF ടീമിൻ്റെ ഇപ്പോൾ പൃഥ്വിരാജിനെ കാണാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ KGF ഇറങ്ങിയ സമയത്തൊന്നും നമ്മുടെ മനസ്സിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടീമിൻ്റെ പൃഥ്വിരാജിനെ കാണാൻ പറ്റിയിരുന്നു. പൃഥ്വിരാജിനെ കൊണ്ടുപോയിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. എൻ്റെ പൊന്നെ സീറ്റിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. അമ്മാതിരി ഐറ്റമാണ് അവിടെ പ്ലേസ് ചെയ്തേക്കണം. സോ പ്രശാന്തിൽ സല്യൂട്ട്. ഇങ്ങനൊരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സൂപ്പർ പടം. ഒരു എബവ് ആവറേജ് പടം. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോണത് പ്രശാന്ത് നീലിൻ്റെ തന്നെ ഉഗ്രത്തിൻ്റെ ആ ഒരു മോഡിലാണ് പോണത്. അതായത് ഉഗ്രത്തിൽ നിന്ന് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ, ഉഗ്രത്തിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ എടുത്ത് അവരെ കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ ഒരു പാറ്റേണിലാണ് ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴാണ് ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പോലത്തെ ഒരു, അതായത് ആ ഫാമിലീസിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ത്രോണിന് വേണ്ടിയുള്ള ആ ഒരു വാറ് കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു വന്നത്. ഇതിൻ്റെ ഒരു വലിയൊരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ആ വേൾഡ് ബിൽഡിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യണതിൽ അവർക്കത് വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം നല്ലൊരു വേൾഡ് ബിൽഡിംഗ് ആണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലൊരു ഇതായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇവർ പല സീനിനും ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട്
നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടി ഇപ്പോൾ എലിവേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ആ സീൻ എലിവേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് അങ്ങനെ കിട്ടണില്ല. അത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് എലിവേറ്റ് ചെയ്തെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയാണ്. പിന്നെ കളർ ഗ്രേഡിങ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രശാന്തിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതുപോലെ പ്രശാന്തിയിൽ ചെയ്തേക്കുന്ന ഷോർട്സ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. BGM നല്ലതാണ്. അൻബർവിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ പ്രഭാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദിപുരുഷ്, രാധേശ്യാം, സാഹുലൊക്കെ കണ്ടപ്പോൾ ഒരു അമ്മാവും പ്രഭാസമായിട്ടാണ് തോന്നിയേക്കണം. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് പ്രഭാസ് അടിപൊളിയായിട്ടുണ്ട്. പ്രഭാസിനെ പ്രസൻറ്റ് ചെയ്തേക്കണമൊക്കെ കൊള്ളാം. പ്രഭാസിൻ്റെ ലുക്കായാലും പുള്ളിയുടെ ആ ഒരു സ്വാഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രഭാസിനെ പ്രസൻറ്റ് ചെയ്തേക്കണമുള്ള. പിന്നെ രാജുവേട്ടൻ കിട്ടിയ റോള് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ കോമ്പിനേഷൻ കെമിസ്ട്രി ഒക്കെ വന്ന സമയത്ത് നന്നായി തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്.